ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. വരാൻ പോകുന്ന SSC MTS എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന പുതിയ എക്സാം പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പല ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. ഈ കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം തന്നെ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ച് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്ന ഫാക്ടുകളായിരിക്കും നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the legislative powers in India are divided into three lists, which are union list, the state list and the dash. ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ് 3 ലിസ്റ്റിലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് മൂന്നാമത്തെ ലിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നാഷണൽ ലിസ്റ്റ്, ഓപ്ഷൻ ബി കൺകറന്റ് ലിസ്റ്റ്, ഓപ്ഷൻ സി ഫെഡറൽ ലിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. ഇതിൽ ഏതാണ് ആ മൂന്നാമത്തെ ലിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് 3 ലിസ്റ്റിലായിട്ടാണ് എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതായത് ഓരോ സബ്ജക്റ്റിലും ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 3 ലിസ്റ്റുകൾ വഴിയാണ്. ഇനി ഓരോ ലിസ്റ്റുകളായിട്ട് നോക്കാം. ഫേസ്റ്റ് വൺ ആണെന്ത്? യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂണിയൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിൽ ലോസ് മേക്ക് ചെയ്യാൻ, അതായത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള റൈറ്റ് ആർക്ക് മാത്രമാണ്? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ്. അതായത് പാർലമെന്റിന് മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ ലോ മേക്കിംഗ് പവർ ഉള്ളത്. യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാൻ, നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പവർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് ഓർ പാർലമെന്റിന് മാത്രമാണ് ഓതറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു യൂണിയൻ ലിസ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സുകളായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, പോസ്റ്റൽ, റെയിൽവേസ് എക്സെട്ര. ഇങ്ങനെയുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ്, ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, പോസ്റ്റൽ സർവീസ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, റെയിൽവേസ്, അറ്റോമിക് എനർജി, ഇതേപോലെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു യൂണിയൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സബ്ജക്ട്സിലെല്ലാം തന്നെ ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമാണുള്ളത്? സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ പാർലമെന്റിന് മാത്രമാണുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ ഒറിജിനലി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ ആകെ 97 സബ്ജക്ട്സ്, 97 സബ്ജക്ട്സ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ, അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 97 സബ്ജക്ട്സ് ആയിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പക്ഷെ കറന്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 100 സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡഡ് ആണ്. അതായത് യൂണിയൻ ലിസ്റ്റിനകത്തുള്ള സബ്ജക്റ്റിന്റെ എണ്ണം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 97 സബ്ജക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പല അമെന്റ്മെന്റ് വഴി എന്ത് ചെയ്തു? ഇപ്പോൾ 3 അഡീഷണൽ ന്യൂ സബ്ജക്ട്സ് കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള ടോട്ടൽ സബ്ജക്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 100 സബ്ജക്ട്സ് ആണ്. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് ആണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പേര് പറയുന്നത് പോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമാണ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് മാത്രമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാനായിട്ടുള്ള പവർ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ പോലീസ്, പബ്ലിക് ഹെൽത്ത്, ഇതുപോലെയുള്ള സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അഗ്രികൾച്ചർ, പോലീസ്, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ എക്സെട്ര, ഇതുപോലെയുള്ള സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 26 ജനുവരി 1950 നിലവിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ ആകെ മൊത്തം 66 സബ്ജക്ട്സ് ആയിരുന്നു ഇൻക്ലൂഡഡ് ആയിട്ടിരുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോ ഈ സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വെറും 61 സബ്ജക്ട്സ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 സബ്ജക്ട്സ് ലിസ്റ്റഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 61 സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. 5 സബ്ജക്ട്സ് എന്ത് ചെയ്തു? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കൺകറന്റ് ലിസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന 5 സബ്ജക്ട്സ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആകെയുള്ള സബ്ജക്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നതാണ് 61 സബ്ജക്ട്സ് ആണ്. ഇനി കൺകറന്റ് ലിസ്റ്റ് നോക്കാം. കൺകറന്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കൺകറന്റ് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളിൽ സെൻട്രൽ ഗവൺമെന്റിനും ലോസ് മേക്ക് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാം? ലോസ് മേക്ക് ചെയ്യാം. കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകളിൽ സെൻട്രൽ ഗവൺമെന്റിനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ സാധിക്കും? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇവര് മേക്ക് ചെയ്യുന്ന ലോസ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് പരസ്പരം ഈ ലോസ് തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേസിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ ലോസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോസ് എന്ത് ചെയ്യും? അവിടെ റദ്ദാക്കപ്പെടും. സോ കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെന്റിനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ സാധിക്കും? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് എ കോൺഫ്ലിക്റ്റ്, ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ലോസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മേക്ക് ചെയ്ത ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിവെയിൽ ചെയ്യുന്നത്, മുന്നിട്ട് നിൽക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഒരു കൺകറന്റ് ലിസ്റ്റിൽ 47 സബ്ജക്ട്സ് ആയിരുന്നു ഇൻക്ലൂഡഡ് ആയിരുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൺകറന്റ് ലിസ്റ്റിൽ 47 സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറന്റ് സിറ്റുവേഷനിൽ കൺകറന്റ് ലിസ്റ്റിൽ 52 സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന 5 സബ്ജക്ട്സിനെ എന്ത് ചെയ്തു? നേരെ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. 5 ലിസ്റ്റ് ഒറിജിനലി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 സബ്ജക്ട്സിനെ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇനി ഏതൊക്കെയാണ് 5 സബ്ജക്ട്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത്? എഡ്യൂക്കേഷൻ. സോ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കൺകറന്റ് ലിസ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് ഫോറസ്റ്റ്, third one is weights and measures. Weights and measures. Fourth one is protection of wild animals and wild birds. Protection of wild animals and wild birds. Protection of wild animals and wild birds. And last one is administration of justice. ഈ 5 സബ്ജക്ട്സ് ആണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം മൂവ് ചെയ്യപ്പെട്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്നിരുന്ന 5 സബ്ജക്ട്സിനെ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട്സിന്റെ എണ്ണം 61 ആയിട്ട് ചുരുങ്ങി ആൻഡ് കൺകറന്റ് ലിസ്റ്റിലെ സബ്ജക്ട്സിന്റെ എണ്ണം എന്ത് ചെയ്തു? 52 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഏതൊക്കെയാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് റിമൂവ് ചെയ്ത സബ്ജക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് വൈൽഡ് ബേർഡ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇതൊക്കെയാണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് റിമൂവ് ചെയ്യപ്പെട്ട സബ്ജക്ട്സ്. സോ ഈ 5 സബ്ജക്ട്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ 5 സബ്ജക്ട്സ് മാത്രമാണ് എന്തിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പഠിക്കുമ്പോൾ ഈ മൂവ് ചെയ്യപ്പെട്ട 5 സബ്ജക്ട്സ് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who amongst the following said that the government fiscal policy should be used to stabilize the level of output and employment? So താഴെ പറയുന്നവയിൽ ആരാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി യൂസ് ചെയ്തിട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും സ്റ്റെബിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
Option A, Adam Smith. Option B, David Ricardo. Option C, John Maynard Keynes. And option D, Milton Friedman. So who among this said that the government fiscal policy should be used to stabilize the level of output and employment? So correct answer എന്ന് പറയുന്നത് John Maynard Keynes or popularly known as J.M. Keynes. ജോൺ മെയ്നർഡ് കെയ്ൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും സ്റ്റെബിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് J.M. കെയ്ൻസ് ആണ്. ആൻഡ് J.M. കെയ്ൻസിന്റെ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ J.M. കെയ്ൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. സോ ഹി ഈസ് കോൾഡ് ആസ് എ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് വിളിക്കുന്ന എക്കോണമിസ്റ്റ് ആണെന്ത് J.M. കെയ്ൻസ് എന്ന് പറയുന്നത്. He is known as the father of macroeconomics. Macroeconomicsന്റെ ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന എക്കോണമിസ്റ്റ് ആണെന്ത് ജോൺ മെയ്നർഡ് കെയ്ൻസ് ഓർ J.M. കെയ്ൻസ്. ആൻഡ് J.M. കെയ്ൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ആണെന്ത് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. The general theory of employment. The general theory of employment, money. The general theory of employment, money and interest. The general theory of employment, money, general theory of employment, interest and money. General theory of employment, interest and money. ഇതാണ് J.M. കെയ്ൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ J.M. കെയ്ൻസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണ്? J.M. കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന എക്കോണമിസ്റ്റ് ആണെന്ത് J.M. കെയ്ൻസ് എന്ന് പറയുന്നത്. ആൻഡ് J.M. കെയ്ൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ആണെന്ത് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ളതാണ് J.M. കെയ്ൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യം എന്താണ് മീൻ ചെയ്യുന്നത്? സോ J.M. കെയ്ൻസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. സോ റിസഷന്റെ സമയത്ത്, ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത് J.M. കെയ്ൻസ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. സോ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ നടന്ന ടൈമിലാണ് J.M. കെയ്ൻസ് എന്ത് ചെയ്തത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ J.M. കെയ്ൻസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസഷൻ ഉണ്ടാകുന്ന ടൈമില് പ്രൈവറ്റ് എന്റർപ്രൈസസും ഓർ പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സും എന്ത് ചെയ്യും, അവരുടെ സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യും. സോ ഗ്രേറ്റ് ഡിപ്രഷന്റെ ടൈമിൽ അല്ലെങ്കിൽ ഒരു റിസഷൻ നടക്കുന്ന ടൈമിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സും എന്ത് ചെയ്യും, അവരുടെ സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യും. സോ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, അവരുടെ സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ അവർ സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യുന്നത് മൂലം ഡിമാൻഡ് എന്ത് സംഭവിക്കും, ഒരു ഡിക്രീസ് ഉണ്ടാവും. സോ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യപ്പെടും. റിസഷൻ നടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷന്റെ ടൈമിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസും കൺസ്യൂമേഴ്സും എന്ത് ചെയ്യും, അവർ സ്പെൻഡ് ചെയ്യുന്നത്, ചെലവാക്കുന്നത് എന്ത് ചെയ്യും, അവിടെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ സ്പെൻഡിങ് കുറച്ച് കഴിഞ്ഞാൽ എക്കോണമിയിലുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യപ്പെടും. അതുമൂലം എക്കോണമിയിൽ എന്ത് വരും, ഡിമാൻഡിന് ഒരു ഗ്യാപ്പ് വരും. ഇങ്ങനെ വരുന്ന ഡിമാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ആയിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ വരുന്ന ഡിമാൻഡ് ഗ്യാപ്പ് ഗവൺമെന്റ് ആയിരിക്കണം ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് എന്ത് ചെയ്യുന്നത് J.M. കെയ്ൻസ് പറയുന്നത്. സോ പ്രൈവറ്റ് എൻറ്റിറ്റീസും കൺസ്യൂമേഴ്സും അവരുടെ സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ, റിസഷൻ ടൈമിൽ പൈസ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ എക്കോണമിയിൽ എന്ത് സംഭവിക്കും, ഡിമാൻഡ് കുറയും. ഇങ്ങനെ ഡിമാൻഡ് കുറയുമ്പോൾ എക്കോണമിയിൽ എന്ത് സംഭവിക്കും, ഒരു ഡിമാൻഡ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. ഈ ഡിമാൻഡ് ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യണം എന്നാണ് J.M. കെയ്ൻസ് പറയുന്നത്, ഗവൺമെന്റ് ഫില്ല് ചെയ്യണമെന്നാണ് J.M. കെയ്ൻസ് പറയുന്നത്. ഗവൺമെന്റ് എങ്ങനെ ഫില്ല് ചെയ്യണം, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഡിമാൻഡ് ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യണം എന്നാണ് J.M. കെയ്ൻസ് പറയുന്നത്. ഇങ്ങനെ ഡിമാൻഡ് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ, ഔട്ട്പുട്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും അവിടെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും എന്നാണ് J.M. കെയ്ൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇതാണ് J.M. കെയ്ൻസ് ഗ്രേറ്റ് ഡിപ്രഷന്റെ ടൈമിൽ പറഞ്ഞത്. റിസഷൻ ടൈമിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസും കൺസ്യൂമേഴ്സും എന്ത് ചെയ്യും, സ്പെൻഡിങ് കുറയ്ക്കും. സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ എക്കോണമിയിൽ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡിമാൻഡിനകത്ത് ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യണം, ഗവൺമെന്റ് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ഗവൺമെന്റ് ഫില്ല് ചെയ്യേണ്ടത്, ഗവൺമെന്റ് സ്പെൻഡിങ് വഴിയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഗവൺമെന്റ് സ്പെൻഡിങ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇങ്ങനെ ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ സാധിക്കൂ, ഔട്ട്പുട്ട് ലെവലും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റും സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഫിസിക്കൽ പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ടാക്സേഷനും ആണെന്ത് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ഇതിനെയാണ് ഫിസിക്കൽ പോളിസി എന്ന് എന്ത് ചെയ്യുന്നത് ബേസിക്കലി വിളിക്കുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ടാക്സേഷൻ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത് ഫിസിക്കൽ പോളിസി. സോ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക, അതായത് ഫിസിക്കൽ പോളിസി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഔട്ട്പുട്ട് ലെവലും എംപ്ലോയ്മെന്റും സ്റ്റെബിലൈസ് ചെയ്യുക എന്നാണ് എന്ത് ചെയ്യുന്നത് ജെ.എം. കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ജെ.എം. കെയ്ൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനി ഇവിടെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള പേര് കൂടിയുണ്ട്, അതാണെന്ത് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ആഡം സ്മിത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് എക്കോണമിക്സ് എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് മോഡേൺ എക്കോണമിക്സ് എന്ന് വിളിക്കുന്ന വ്യക്തിയാണെന്ത് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ഓർ ഫാദർ ഓഫ് എക്കോണമിക്സ് എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് ആര് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ആഡം സ്മിത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണെന്ത് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ഓഫ് an inquiry into the nature and causes of wealth of nations. An inquiry into the nature and causes of the wealth of nations. An inquiry into the nature and causes of wealth of nations. ഇതാണ് ആഡം സ്മിത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്, ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. ഈ ഒരു ബുക്കിലാണ്, സോ ഈ ഒരു ബുക്കിനെ ജനറലി വെൽത്ത് ഓഫ് നേഷൻസ് എന്നും വിളിക്കാറുണ്ട്. സോ ഇതാണ് ആ ബുക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര്, ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ആൻഡ് ഇൻ ഷോർട്ട് ആയിട്ട് ഈ ഒരു ബുക്ക് ഫേമസ്ലി അറിയപ്പെടുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള പേരിലാണ്. സോ ഈ ഒരു ബുക്കിലാണ് എന്ത് ചെയ്യുന്നത് ആഡം സ്മിത്ത് വളരെ ഇലാബറേറ്റ് ആയിട്ട് ഇൻവിസിബിൾ ഹാൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. സോ ഇൻവിസിബിൾ ഹാൻഡിനെ കുറിച്ച് ആഡം സ്മിത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ ആണ്. ഇനി ഇൻവിസിബിൾ ഹാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ, കോമ്പറ്റീഷൻ. സോ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഈ മൂന്ന് മാർക്കറ്റ് ഫോഴ്സസിനെയാണ് എന്ത് ചെയ്യുന്നത് ആഡം സ്മിത്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ ആണ്. ഫ്രീ മാർക്കറ്റ് എക്കോണമി ഓർ ക്യാപിറ്റലിസം, ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും കോമ്പറ്റീഷനും ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു എക്കോണമിയെ, ആ ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഈ മൂന്ന് മാർക്കറ്റ് ഫോഴ്സസിനെ, ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഈ മൂന്ന് മാർക്കറ്റ് ഫോഴ്സസിനെ ആഡം സ്മിത്ത് വിളിച്ച പേരാണെന്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ള പേര്. ഇതാണ് ആഡം സ്മിത്ത് ഡിമാൻഡിനെയും സപ്ലൈയും കോമ്പറ്റീഷനെയും ജനറലി വിളിച്ചിട്ടുള്ള പേരെന്ന് പറയുന്നത്. ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഈ മൂന്ന് മാർക്കറ്റ് ഫോഴ്സസിനെയാണ് ആഡം സ്മിത്ത് എന്ത് ചെയ്തിരിക്കുന്നത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് വിളിച്ചിരിക്കുന്നത്. Next question, who is popularly known as the Grand Old Lady of the Independence Movement? So Grand Old Lady of the Independence Movement, Independence Movementന്റെ Grand Old Lady എന്ന് വിളിക്കുന്നത് ഇവരിൽ ആരെയാണ് പോപ്പുലർ ആയിട്ട് Grand Old Lady of the Independence Movement എന്ന് വിളിക്കുന്നത്? So properly അല്ല, popularly. So who is popularly known as the Grand Old Lady of the Indian Independence Movement? So Indian Independence Movementന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്ന് പോപ്പുലർ ആയിട്ട് വിളിക്കുന്നത് ഇവരിൽ ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ആനി ബെസന്റ്, ഓപ്ഷൻ സി ഉഷ മേത്ത ആൻഡ് ഓപ്ഷൻ ഡി അരുണ ആസഫ് അലി. ഇവരിൽ ആരെയാണ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയാണ് എന്ത് ചെയ്യുന്നത് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി അരുണ ആസഫ് അലിയുടെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ടൈമിൽ, സോ 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, 1942 നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ടൈമിൽ ഇന്ത്യൻ ട്രൈക്കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ ഇന്ത്യയുടെ ട്രൈക്കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. സോ ഇതാണ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. അരുണ ആസഫ് അലിയുടെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് 1942 നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ഇന്ത്യൻ ട്രൈക്കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ, ബോംബെയിലുള്ള ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ ഇന്ത്യൻ ട്രൈക്കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? അരുണ ആസഫ് അലി എന്ന് പറയുന്നത്. അരുണ ആസഫ് അലിയുടെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ആണെന്ത് ഈ ഒരു ഇന്ത്യൻ ട്രൈക്കളർ ഫ്ലാഗിന്റെ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്.
സോ ബോംബെയിലുള്ള ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇന്ത്യൻ ട്രൈക്കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരണ ആസഫ് അലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫാക്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 1992 അരുണ ആസഫ് അലിക്ക് എന്ത് ചെയ്തു പത്മവിഭൂഷൺ കൊടുത്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പത്മവിഭൂഷൺ നൽകി എന്ത് ചെയ്തു അരുണ ആസഫ് അലിയെ ആദരിക്കുന്നത് 1992 അതിനുശേഷം 1997 ഭാരത് രത്ന പോസ്റ്റുമസ് ആയിട്ട് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്ന എന്ത് ചെയ്തിട്ടുണ്ട് അരുണ ആസഫ് അലിക്ക് കൊടുത്തിട്ടുണ്ട്. സോ 1997 പോസ്റ്റുമസ്ലി അതായത് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഭാരത് രത്ന അരുണ ആസഫ് അലിക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അരുണ ആസഫ് അലിയെ സംബന്ധിച്ച് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഡൽഹിയുടെ ഫേസ്റ്റ് മേയർ എന്ന് പറയുന്ന ആരാണ് അരുണ ആസഫ് അലിയാണ്. സോ അരുണ ആസഫ് അലി ഈസ് ദി ഫേസ്റ്റ് മേയർ ഓഫ് ഡൽഹി. സോ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയുടെ ഫേസ്റ്റ് മേയർ എന്ന് പറയുന്നത് അരുണ ആസഫ് അലി ആയിരുന്നു. ഫേസ്റ്റ് മേയർ ഓഫ് ഡൽഹി അരുണ ആസഫ് അലി വാസ് ദി ഫേസ്റ്റ് മേയർ ഓഫ് ഡൽഹി. ഇതൊക്കെയാണ് അരുണ ആസഫ് അലിയെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നാണ് എന്ത് ചെയ്യുന്നത് പോപ്പുലർ ആയിട്ട് വിളിക്കുന്നത്. സോ ഷീസ് കോൾഡ് ആസ് ദി നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നൈറ്റിംഗേൾ ഓർ വാനമ്പാടി എന്നാണ് എന്ത് ചെയ്യുന്നത് സരോജിനി നായിഡുവിനെ വിളിക്കുന്നത് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ആൻഡ് ഈ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ബഹുമതി ഈ ഒരു പേര് സരോജിനി നായിഡുവിന് കൊടുത്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. സോ മഹാത്മാഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് സരോജിനി നായിഡുവിനെ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. മഹാത്മാഗാന്ധിജിയാണ് എന്ത് ചെയ്യുന്നത് സരോജിനി നായിഡുവിനെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ആൻഡ് മഹാത്മാഗാന്ധി സരോജിനി നായിഡുവിനെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് സരോജിനി നായിഡുവിന്റെ പോയറ്റിക് സ്കിൽസ് കണ്ടിട്ടാണ്. സോ കവിത എഴുതാനുള്ള ആ ഒരു സ്കില്ല് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് സരോജിനി നായിഡുവിനെ മഹാത്മാഗാന്ധി വിളിക്കുന്നത്. ആൻഡ് സരോജിനി നായിഡു ആയിരുന്നു എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫേസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഷി വാസ് എ ഫേസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ്. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. 1925 സോ 1925 നടന്ന കാൺപൂർ സെഷനിൽ കോൺഗ്രസിന്റെ കാൺപൂർ സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സരോജിനി നായിഡു INCയുടെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. അതുപോലെ തന്നെ സരോജിനി നായിഡു തന്നെയാണ് ഇന്ത്യയിലെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫേസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത്. സോ ഫേസ്റ്റ് ഗവർണർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫേസ്റ്റ് ഗവർണർ എന്ന് പറയുന്നതും ആര് തന്നെയാണ് സരോജിനി നായിഡു തന്നെയാണ്. ഫേസ്റ്റ് ഗവർണർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നതും സരോജിനി നായിഡു തന്നെയാണ്. ആൻഡ് ഏത് പ്രൊവിൻസിന്റെ ഗവർണറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷി വാസ് എ ഗവർണർ ഓഫ് യുണൈറ്റഡ് പ്രൊവിൻസസ്. അതായത് ഇന്നത്തെ UP അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസസ്. ഗവർണർ ഓഫ് യുണൈറ്റഡ് പ്രൊവിൻസസ് ഇന്നത്തെ UP ഇന്നത്തെ ഉത്തർപ്രദേശ് അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസസ്. സോ അതിന്റെ ഗവർണർ ആയിരുന്നു ആര് സരോജിനി നായിഡു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ആണെന്ത് ആനി ബെസന്റ്. സോ ആനി ബെസന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആണ്. സോ INCയുടെ ഫേസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണെന്ത് ആനി ബെസന്റ് എന്ന് പറയുന്നത്. സരോജിനി നായിഡു ആദ്യത്തെ ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ആണ്. സരോജിനി നായിഡു ആദ്യത്തെ INCയുടെ ആദ്യത്തെ ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ആണ്. ആനി ബെസന്റ് ആണെന്ത് INCയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ്. സോ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ഓഫ് INC എന്ന് പറയുന്നത് ആനി ബെസന്റ് ആണ്. ആൻഡ് ആദ്യത്തെ ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. ആനി ബെസന്റ് INCയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആവുന്നത് 1917 നടന്ന കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ്. സോ കൽക്കട്ട സെഷൻ ഓഫ് ദി കോൺഗ്രസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് 1917 ആനി ബെസന്റ് INCയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ആനി ബെസന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. ഷി വാസ് എ ഫൗണ്ടർ ഓഫ് ദി ഹോം റൂൾ ലീഗ്. സോ ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആര് തന്നെയാണ് ആനി ബെസന്റ് തന്നെയാണ് ഇൻ 1916. സോ 1960 1916 മദ്രാസിൽ ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോം റൂൾ ലീഗ് ഫൗണ്ട് ചെയ്യുന്നതും ആര് തന്നെയാണ് ആനി ബെസന്റ് തന്നെയാണ് ഹോം റൂൾ ലീഗ് എന്ത് ചെയ്യുന്നത് ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ആനി ബെസന്റിന്റെ കൂടെ തന്നെ ഹോം റൂൾ ലീഗ് എന്ത് ചെയ്തിട്ടുണ്ട് ബാൽ ഗംഗാധർ തിലകും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മദ്രാസിലാണ് ആനി ബെസന്റ് എന്ത് ചെയ്യുന്നത് ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ബാൽ ഗംഗാധർ തിലക് ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണ് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള റീജിയനിലാണ് ബാൽ ഗംഗാധർ തിലക് ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ആനി ബെസന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മദ്രാസ് ബേസ് ചെയ്തിട്ടാണ് ഹോം റൂൾ ലീഗ് എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എന്ത് ആനി ബെസന്റിനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്ഷൻ ആണെന്ത് ഉഷ മേത്ത എന്ന് പറയുന്നത്.
ഉഷ മേത്തയെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫാക്ട്സ് എന്ന് പറയുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ഒരു അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ് ഉഷ മേത്ത എന്ന് പറയുന്നത്. സോ ഷീ എസ്റ്റാബ്ലിഷ് ദി അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വ്യക്തിയാണ് ഉഷ മേത്ത എന്ന് പറയുന്നത്. ആൻഡ് ഈ അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷന്റെ പേരായിരുന്നു എന്ത്? കോൺഗ്രസ് റേഡിയോ. സോ ദ നെയിം ഓഫ് ദിസ് അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ വാസ് കോൺഗ്രസ് റേഡിയോ ഓർ സീക്രട്ട് റേഡിയോ. സോ കോൺഗ്രസ് റേഡിയോ അല്ലെങ്കിൽ സീക്രട്ട് റേഡിയോ എന്ന് വിളിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് 1942 എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ് ആര്? ഉഷ മേത്ത എന്ന് പറയുന്നത്. സോ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉഷ മേത്ത എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇൻ 1942. ആൻഡ് ഈ അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷന്റെ പേരാണെന്ത്? കോൺഗ്രസ് റേഡിയോ ഓർ സീക്രട്ട് റേഡിയോ എന്ന് പറയുന്നത്. SSC എക്സാംസിന് വളരെ ബേസിക്, അതായത് നിങ്ങളുടെ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് വളരെ ബേസിക് ലെവലിലാണ്. ആൻഡ് ഇനി ബേസ് മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ MDS എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമിയുടെ SSC MDS കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 250+ hours ഓഫ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്. സോ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ 250+ hours അവൈലബിൾ ആണ്. അതുകൂടാതെ ദിശ അക്കാഡമിയുടെ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് 300+ hours ഉള്ള ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഈ കോഴ്സിൻ്റെയോടൊപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് മെന്റർഷിപ്പും ഈ ഒരു കോഴ്സിന്റെ ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ല, ഇനി വരാൻ പോകുന്ന SSC MDS എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഷോർട്ട് ടേമിലേക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഈ വർഷത്തെ SSC MDS എക്സാം തന്നെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ SSC MDSന്റെ ഒരു ക്രാഷ് കോഴ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ദിശ അക്കാഡമി ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 1st വീക്കിൽ തന്നെ SSC MDSന്റെ ഒരു ക്രാഷ് കോഴ്സ് ദിശ അക്കാഡമി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ രണ്ട് കോഴ്സസിനെ സംബന്ധിച്ച് SSC MDSന്റെ ഫുൾ കോഴ്സ് ആയിക്കോട്ടെ അഥവാ SSC MDSന്റെ ക്രാഷ് കോഴ്സ് ആയിക്കോട്ടെ, രണ്ട് കോഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് 8075753676 ഓർ 7012615062. സോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. രണ്ട് നമ്പേഴ്സിൽ ഏതിൽ കോൺടാക്ട് ചെയ്താലും ഈ രണ്ട് കോഴ്സസിന്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുക. So next question, the directive principles of state policy are influenced by which of the following? DPSP, directive principles of state policy, ഏതിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൂൾ ഓഫ് ലോ ഓഫ് ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ഗാന്ധിയൻ ഫിലോസഫി, ഓപ്ഷൻ സി അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. സോ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇതിൽ ഏതിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഗാന്ധിയൻ ഫിലോസഫി. DPSP ഓർ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4ലാണ് എന്തിരിക്കുന്നത്? ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51, സോ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയുള്ള, സോ ആർട്ടിക്കിൾ 36 to ആർട്ടിക്കിൾ 51, സോ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് എന്തിരിക്കുന്നത്? DPSPയെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ DPSP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്തിരിക്കുന്നത്? DPSPയുടെ കോൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഫ്രം ദി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി DPSP നോക്കിക്കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള DPSPs എടുത്തു കഴിഞ്ഞാൽ ആ DPSPസിന്റെ ആ ഒരു കണ്ടന്റും അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനും വെച്ചിട്ട് DPSPസിനെ എന്ത് ചെയ്യാൻ പറ്റും? ജനറലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ DPSPസിനെ അതിന്റെ കണ്ടന്റും അതിന്റെ ഡിറക്ഷനും വെച്ചിട്ട് 3 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫേസ്റ്റ് വൺ ആണെന്ത്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, അതായത് സോഷ്യലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർ സോഷ്യലിസത്തിന്റെ ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള ചില ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ്? ഇൻവോൾവ് ആണ്.
അതുപോലെ തന്നെ ഗാന്ധിയൻ ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള ചില പ്രിൻസിപ്പിൾസും ഈ DPSPക്കകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ, അതായത് ലിബറലിസത്തിന്റെ ഐഡിയ ഓർ ലിബറലിസത്തിന്റെ ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് എന്താണ് ഈ ഒരു DPSPക്കകത്ത് ഇൻക്ലൂഡ് ആണ്. സോ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. സോ ഇങ്ങനെ DPSPയിൽ 3 തരത്തിലുള്ള ഫിലോസഫീസ് എന്താണ് ഇൻവോൾവ് ആണ്. DPSPs ഈ 3 ഫിലോസഫിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. DPSP ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന DPSPs നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റും ഡിറക്ഷനും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DPSPയെ ജനറലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോഷ്യലിസത്തിന്റെ ഐഡിയ ബേസ് ചെയ്തിട്ടുള്ള ചില DPSPs നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധിയൻ ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ, ലിബറലിസം ബേസ് ചെയ്തിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ എന്തായിട്ട് വന്നത്, ഗാന്ധിയൻ ഫിലോസഫി ആയിട്ട് വന്നത്. അതായത് ചില DPSPs ഗാന്ധിയൻ ഫിലോസഫിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചില പ്രിൻസിപ്പിൾസ് സോഷ്യലിസത്തിന്റെ ഐഡിയയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഓർ ലിബറലിസത്തിന്റെ ഫിലോസഫിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എന്ത് ബേസ്ഡ് ഓൺ കണ്ടന്റ്. സോ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള DPSPയുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം നമ്മൾ കുറച്ചും കൂടി ഈസി വേയിൽ DPSP മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട്, അതായത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്നവർ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്ത് ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെ എന്ത് ചെയ്തിട്ടില്ല, ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. Next question. In which year was the first ever motion to remove a Supreme Court justice was signed by the members of the parliament? സോ ആദ്യമായിട്ട് ഏത് വർഷമാണ് സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോഷൻ പാർലമെന്റ് മെമ്പേഴ്സ് സൈൻ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1995, ഓപ്ഷൻ ബി 1998, ഓപ്ഷൻ സി 1991 ആൻഡ് ഓപ്ഷൻ ഡി 1992. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1991 ആണ്. സോ 1991 എന്ത് ചെയ്യുന്നത്, ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ ആദ്യമായിട്ട് പാർലമെന്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നത് ഓർ ഈ ഒരു മോഷൻ കൊണ്ടുവന്നത് ജസ്റ്റിസ് വി രാമസ്വാമിയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റിസ് വി രാമസ്വാമിയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസൊല്യൂഷൻ, ഈ ഒരു മോഷൻ എന്ത് ചെയ്യുന്നത്, പാർലമെന്റ് മെമ്പേഴ്സ് സൈൻ ചെയ്യുന്നത് ഇൻ ദ ഇയർ 1991. ലോക്സഭയിലെ മെമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഷൻ സൈൻ ചെയ്യുന്നത്. ആൻഡ് ലോക്സഭയിലെ അപ്രോക്സിമേറ്റ്ലി 108 മെമ്പേഴ്സ് എന്ത് ചെയ്തു, ഈ മോഷനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മോഷൻ ലോക്സഭാ സ്പീക്കർ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇതിനകത്ത് അന്വേഷണം നടത്താനായിട്ട് ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ആ എൻക്വയറി കമ്മിറ്റി എന്ത് ചെയ്തു, ജസ്റ്റിസ് വി രാമസ്വാമിയുടെ മേൽ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എന്ത് ചെയ്തു, റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ എന്നിട്ടും ജസ്റ്റിസ് വി രാമസ്വാമി എന്ത് ചെയ്യാൻ സാധിച്ചില്ല, റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബിക്കോസ് ആ ഒരു മോഷൻ എന്ത് ചെയ്തു, പാർലമെന്റിൽ ഫെയിൽ ആയിപ്പോയി. ബിക്കോസ് ജസ്റ്റിസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ജസ്റ്റിസ് വി രാമസ്വാമിയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു റിമൂവൽ മോഷൻ എന്ത് ചെയ്തു, പാർലമെന്റിൽ ഫെയിലിയർ ആയി. ആൻഡ് പാർലമെന്റിൽ ഫെയിലിയർ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, കോൺഗ്രസ് വോട്ടിങ്ങിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്തു. സോ ദ കോൺഗ്രസ് അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്. സോ കോൺഗ്രസ് വോട്ടിങ്ങിൽ നിന്ന് വിട്ട് നിന്നത് മൂലം എന്ത് ചെയ്തു, ഈ ഒരു മോഷൻ പാർലമെന്റിൽ പാസ്സായില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു മോഷൻ എന്ത് ചെയ്യപ്പെട്ടു, അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. ജസ്റ്റിസ് വി രാമസ്വാമിയെ റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബട്ട് സ്റ്റിൽ പാർലമെന്റിലെ മെമ്പേഴ്സ് ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോഷൻ സൈൻ ചെയ്യുന്നത് 1991 ആൻഡ് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ജസ്റ്റിസ് വി രാമസ്വാമി ആയിരുന്നു. ആൻഡ് ജസ്റ്റിസ് വി രാമസ്വാമി ഹരിയാന ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡ്സിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യാനായിട്ട് പാർലമെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു മോഷൻ എന്ത് ചെയ്തു, പാർലമെന്റിൽ തന്നെ ഫെയിൽ ആയിപ്പോയി. റീസൺ എന്ന് പറയുന്നത് എന്താണ്, കോൺഗ്രസ് വോട്ടിങ്ങിൽ നിന്ന് വിട്ട് നിന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഷൻ ഫെയിൽ ആയി പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is gross domestic product
in the context of national income accounting. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് GDP ഓർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ ടോട്ടൽ ഇൻകം earned by a country's citizens including income from abroad. Option B, the total value of goods and services produced within a country in a given period. Option C, the total exports of a country in a financial year. And option D, the net income after tax of all companies in a country. ഇതിൽ ഏതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആയിട്ട് ബേസ് ചെയ്ത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ എ കൺട്രി ഇൻ എ ഗിവൺ പീരീഡ്. സോ എന്താണ് GDP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, മാർച്ച് 31 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണെന്ത് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത് GDP. സോ GDP ഇറ്റ് ഈസ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ. ഇനി ഡൊമസ്റ്റിക് ടെറിട്ടറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി മാത്രമല്ല ഓർ ജോഗ്രഫിക്കൽ ഏരിയ മാത്രമല്ല, അതിനകത്ത് എന്തും ഇൻക്ലൂഡഡ് ആണ്. ഇന്ത്യയുടെ ലാൻഡിൽ നിന്ന് ഓഷനിലേക്കുള്ള 12 നോട്ടിക്കൽ മൈൽസ്, അതായത് ഇന്ത്യയുടെ ഓഷ്യാനിക് ബൗണ്ടറി, അതും ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ ഫോറിൻ കൺട്രീസിൽ എന്തുണ്ട്, ഇന്ത്യക്ക് എംബസീസ് ഉണ്ട്. ആ ഫോറിൻ കൺട്രീസിലുള്ള ഇന്ത്യൻ എംബസീസും ഈ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ ഇന്റർനാഷണൽ വാട്ടേഴ്സിലുള്ള ഇന്ത്യയുടെ വെസൽസും ഷിപ്പുകളും ഈ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ മറ്റ് ഫോറിൻ കൺട്രീസിന് ഇന്ത്യയിൽ എന്തുണ്ട്, അവരുടെ എംബസീസ് ഉണ്ട്. ആ എംബസീസ് ഒക്കെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ എന്ത് ചെയ്യാറില്ല, ഇൻക്ലൂഡ് ചെയ്യാറില്ല. സോ എന്തൊക്കെയാണ് ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് വരുന്നത്, ഇന്ത്യയുടെ ലാൻഡ് ഏരിയ, അതുപോലെ തന്നെ ഇന്ത്യയുടെ കോസ്റ്റ് ലൈനിൽ നിന്ന് ഓഷനിലേക്കുള്ള 12 നോട്ടിക്കൽ മൈൽസ് ഇന്ത്യയുടെ ഓഷ്യാനിക് ഏരിയ, അതുപോലെ തന്നെ എന്താണ് ഫോറിൻ കൺട്രീസിലുള്ള ഇന്ത്യൻ എംബസീസ് ആൻഡ് ഇന്റർനാഷണൽ വാട്ടേഴ്സിലുള്ള ഇന്ത്യൻ വെസൽസും ഇന്ത്യൻ ഷിപ്സും, ഇതെല്ലാം ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി മറ്റ് കൺട്രീസിന് ഇന്ത്യയിൽ എന്തുണ്ട്, എംബസീസ് ഉണ്ട്. ആ എംബസീസ് ഒക്കെ നമ്മൾ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്ന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇങ്ങനെ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ ആയിട്ട്, അതായത് കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ആ ഒരു ഗുഡ്സും സർവീസസും കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നതോടെ അവിടെ അവസാനിക്കുന്നു. പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്, GDP. സോ ഇതാണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ എ കൺട്രി ഇൻ എ ഗിവൺ പീരീഡ്. ഇതാണ് GDPയുടെ ഡെഫിനിഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്